പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ്. ഇന്ത്യ ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കും എന്ന് ഇപ്പോൾ പാകിസ്ഥാന് കണക്ക് കൂട്ടാനാകുന്നില്ല. പാകിസ്ഥാനെ ഈ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചത് അവിടുത്തെ പട്ടാള മേധാവിയാണ്, അസിം മുനീർ. പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾക്ക് ഒരു സ്ഥിരം രീതിയുണ്ട്. ഒരിക്കൽ ആ സ്ഥാനത്തിലെത്തിയാൽ എങ്ങനെയെങ്കിലും അതിൽ കുറേ കാലം കടിച്ചു തൂങ്ങാനുള്ള നടപടികൾ അവർ പലപ്പോഴും എടുക്കും. കാരണം അവിടെ ഒരു ജനാധിപത്യ സർക്കാരിനെ അങ്ങനെ അനുസരിക്കേണ്ട ഒരു രീതിയല്ല പട്ടാള മേധാവിക്കുള്ളത്. പലപ്പോഴും ജനാധിപത്യ സർക്കാരുകൾക്ക് അങ്ങോട്ട് നിർദ്ദേശം നൽകാനാണ് പട്ടാള മേധാവികൾക്ക് കഴിയുക. കാരണം മറ്റ് എല്ലായിടത്തും ഒരു രാജ്യത്തിന് ഒരു സൈന്യമുണ്ട് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് ഒരു സൈന്യത്തിന് കുറച്ച് ഭൂപ്രദേശമുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും ഈ മുനീറിനെ കുറിച്ച് നമ്മൾ കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2022 വിരമിക്കേണ്ട ആളായിരുന്നു മുനീർ. നവംബർ 27 വരെയേ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. കരസേനാ മേധാവിയായി നിയമിക്കപ്പെടുന്നതിന് മുൻപേ വിരമിക്കേണ്ട ആളായിരുന്നു മുനീർ. 2022 നവംബർ 24, അതായത് മുനീർ വിരമിക്കേണ്ടതിൻ്റെ 3 ദിവസം മുമ്പ് മുനീറിനെ പട്ടാള മേധാവിയായി നിയമിച്ചു. മുനീറിനെ പട്ടാള മേധാവിയായി നിയമിക്കാനുള്ള ശുപാർശ 2022 ഏപ്രിൽ 24 അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രസിഡന്റിന് കൈമാറി. ആരിഫ് അൽവി അതേ ദിവസം തന്നെ അത് അംഗീകരിച്ചു. മുനീറിൻ്റെ സേവനം അങ്ങനെ 3 വർഷത്തേക്ക് അവിടെ നിന്ന് ഔദ്യോഗികമായി നീട്ടി. അപ്പോൾ വിരമിക്കലിന് 2 ദിവസം മുൻപേ ആ ചുമതല ഏറ്റെടുത്തു. 2022 നവംബർ 29 പട്ടാള മേധാവിയുടെ ചുമതല ഏറ്റെടുക്കുകയാണ്. 2018 ഒക്ടോബർ 25 ഇമ്രാൻഖാൻ്റെ കാലത്ത് ഈ അസിം മുനീർ ISIയുടെ തലവനായിരുന്നു, ISIയുടെ ഡയറക്ടർ ജനറലായിരുന്നു. 2019 ഇന്ത്യയുമായുള്ള ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടുത്തെ സൈനിക കാര്യങ്ങൾക്ക് അയാൾ മേൽനോട്ടം വഹിച്ചു. ഇന്ത്യയോട് എപ്പോഴും ശത്രുതാ മനോഭാവം പുലർത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ സിവിൽ സൈനിക നേതൃത്വത്തെ എപ്പോഴും അങ്ങനെ ഉപദേശിച്ച ഒരു കമ്മിറ്റിയുടെ അംഗം കൂടിയായിരുന്നു, അല്ലെങ്കിൽ മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയായിരുന്നു അത് എപ്പോഴും അങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഈ ISI മേധാവി എന്ന നിലയിൽ മുനീറിന് അധികകാലം അങ്ങനെ തുടരാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് കാലം ISI ഡയറക്ടർ ജനറലായിരുന്ന ഒരാളാണ് മുനീർ. ആ കാലഘട്ടത്തിലാണ് ഇമ്രാൻഖാൻ്റെ ഭാര്യയായ ബുഷറ ബീബിയുമായി ഉള്ള ഒരു തർക്കം ഉടലെടുക്കുന്നത്. ബുഷറ ബീബിയുടെ അഴിമതി താൻ തുറന്നുകാട്ടി എന്നാണ് അസിം മുനീർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇമ്രാൻഖാൻ അതിന് നേരെ വിപരീതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഏതായാലും ഇമ്രാൻഖാൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് അന്നത്തെ പട്ടാള മേധാവി ഖമർ ജാവേദ് ബജ്വ മുനീറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. കരസേനാ നിയമത്തിലെ ഭേദഗതികളൊക്കെ പിന്നീട് വന്നു. അതിന് അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് ജനറൽ അസിം മുനീർ 2027 വരെ സൈനിക മേധാവിയായി തുടരും എന്ന് വ്യക്തമാക്കി. അതിനുവേണ്ട നിയമനിർമ്മാണങ്ങളൊക്കെ അവിടെ നടത്തി. ഏറ്റവും ഒടുവിൽ ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് അവിടുത്തെ പ്രതിരോധ മന്ത്രിയായ ഖാജ ആസിഫ് തന്നെയാണ്. ഈ ദക്ഷിണ കശ്മീരിലെ ഈ പെഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയോടെ തീവ്രവാദികൾ നടത്തിയ ആക്രമണം ഇപ്പോൾ മുനീറിനെ വിരിഞ്ഞു മുറുകുകയാണ്. ഒരുപക്ഷെ എപ്പോഴും ഇങ്ങനെയൊരു സംഘർഷ സാധ്യത അവിടെ ഉണ്ടാക്കി തൻ്റെ സ്ഥാനം കുറേ കൂടി നീട്ടിക്കൊണ്ടുപോകാൻ മുനീർ ആഗ്രഹിച്ചിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ കുറേ കൂടെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോഴെങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയാതെ വിലപിക്കുകയാണ് പാകിസ്ഥാൻ. നേരത്തെയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പലപ്പോഴും ഇന്ത്യ തിരിച്ചടിക്കുന്നത് നമുക്ക് ഈ സമീപകാലത്ത് കാണാൻ കഴിയും. ഈ ഘട്ടത്തിൽ പാകിസ്ഥാനെ ഇപ്പോൾ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ഇന്ത്യ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിൻ്റെ കൃത്യമായ ഒരു രീതി അവർക്ക് മുന്നിലില്ല എന്നതുകൊണ്ടാണ്. 2016 ഉറി സംഭവമുണ്ടായി. സൈനിക ബ്രിഗേഡ് ആസ്ഥാനത്തേക്ക് ഭീകരാക്രമണം ഉണ്ടായി. 2019 പുൽവാമയിൽ CRPF വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടായി. ആ ഘട്ടത്തിലൊക്കെ ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു. ഇന്ത്യ ക്രോസ് LOC ഓപ്പറേഷനുകൾ നടത്തി. അപ്പോൾ അത്തരത്തിൽ ഒരു ഓപ്പറേഷൻ എന്തായാലും പാകിസ്ഥാൻ മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കുറേ കൂടി ശക്തമായ രീതിയിൽ പ്രധാനമന്ത്രി പ്രതികരിച്ച ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ വല്ലാത്ത പരിഭ്രാന്തിയിലാണ്. പാകിസ്ഥാൻ്റെ വിവരസാങ്കേതിക മന്ത്രി അത്തൗല്ല തരാറിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, ആക്രമണം നടത്തുമെന്ന ഇൻ്റലിജൻസ് വിവരങ്ങൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നൊക്കെയാണ്
അയാൾ പറയുന്നത്. വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് വാർത്താസമ്മേളനം നടത്തിയാണ് കരാർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ കുറ്റവാളികളെയും അവരെ പിന്തുണച്ചവരെയും ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വലിയ ഗൗരവത്തോടെ പാകിസ്ഥാൻ എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും ഒക്കെ ഇപ്പോൾ സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചു. അതോടുകൂടി ആ പരിഭ്രാന്തി ഇരട്ടിയായി. ഇപ്പോൾ ഇന്ത്യക്ക് നയതന്ത്രപരമായ ചില പിന്തുണകൾ ലഭിക്കുന്നു. പല രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തും. അതോടൊപ്പം തന്നെ സിന്ധുജല ഉടമ്പടി താൽക്കാലികമായി നമ്മൾ നിർത്തിവെക്കുന്നു. അട്ടാരി വാഗ അതിർത്തി അടയ്ക്കുന്നു. അങ്ങനെ പല കേന്ദ്രങ്ങളിൽ നിന്ന്, പല കോണുകളിൽ നിന്ന് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇന്ത്യ. ഇനി അടുത്തെന്ത് സംഭവിക്കും എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. ഏതായാലും ഒരു യുദ്ധം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാനിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പാകിസ്ഥാൻ റഡാർ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി ഇന്ത്യയോട് അതിർത്തിയോട് ചേർത്ത് വയ്ക്കുന്നു എന്ന വിവരങ്ങൾ അവിടെ പുറത്തു വരുന്നു. അപ്പോൾ നമ്മുടെ സൈന്യം ഡ്രില്ലുകൾ നടത്തുമ്പോൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നു. അപ്പോൾ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പ്രത്യേക വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ വ്യോമാക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ വേണ്ടിയൊക്കെയുള്ള ചില സാങ്കേതിക സംവിധാനങ്ങൾ അവർ ഒരുക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സിയാൽകോട്ട് സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യം ഒരു റഡാർ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഫിറോസ്പൂർ സെക്ടറിനടുത്ത് ഇലക്ട്രോണിക് യൂണിറ്റുകൾ വിന്യസിച്ചു. അങ്ങനെ തങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ കണക്ക് കൂട്ടുകയാണ്. പാകിസ്ഥാൻ വ്യോമസേന സജ്ജതാ പരിശീലനങ്ങൾ ഒക്കെ നടത്തുന്നു. പാകിസ്ഥാൻ ആർമി ജനറൽ അസീം മുനീറും സൈന്യവും ഒക്കെ ഇപ്പോൾ വലിയ ആവലാതിയിലാണ്. കാരണം ഈ ആർമി ജനറലിൻ്റെ ഇപ്പോഴുള്ള ഒരു ജനപിന്തുണ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ജനപ്രീതി സൈന്യത്തിന് എക്കാലത്തെയും ഏറ്റവും കുറഞ്ഞ ജനപ്രീതിയുള്ളൊരു കാലമാണ് ഇത് എന്നാണ് അവിടെ വ്യക്തമാകുന്നത്. അപ്പോഴതുകൊണ്ട് ഇന്ത്യയെ പ്രതിരോധിക്കാൻ പരമാവധി തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള കണക്ക് കൂട്ടാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്നതാണ് അവിടെ ഒരു പ്രശ്നമായി അവർക്ക് വരുന്നത്. ഏതായാലും ഈ ജനപ്രീതി കുറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു യുദ്ധം അത് തനിക്ക് എങ്ങനെ അനുകൂലമായി ഉപയോഗിക്കാം എന്ന കണക്കുകൂട്ടലുകൾ ഒരുപക്ഷെ മുനീർ നടത്തുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു വിവരം അവിടെ ഭീകരരെ ഇപ്പോൾ അവർ ഒളിത്താവളങ്ങളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നു എന്നാണ്. പാക് അധിനിവേശ കശ്മീരിലായിരുന്നല്ലോ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ആ തീവ്രവാദികളെ സൈനിക ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ്, ബങ്കറുകളിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു തിരിച്ചടി വരും എന്ന് പാകിസ്ഥാന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അവർ നടത്തുന്നത്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അവിടെ ഈ തീവ്രവാദികളുടെ ചില കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഈ പാകിസ്ഥാൻ അധിനിവേശത്തിന് ശേഷം കൈവശപ്പെടുത്തിയിട്ടുള്ള ചില മേഖലകളിലാണ് ഈ തീവ്രവാദികളുടെ ട്രെയിനിങ് കേന്ദ്രങ്ങൾ ഉള്ളത്. അതിൽ ഈ കെൽ, അതുപോലെ സാർദി, ലിബ, കോട്ട്ലി, നിക്കാലി, അതുപോലെ ചാമൻകോട്ട്, ജൻകോട്ട് എന്നിവയുൾപ്പെടെയുള്ള ചില പ്രധാന സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ തീവ്രവാദികളെ മാറ്റുന്നത്. ഇത് സംബന്ധിച്ചൊക്കെയുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ പ്രകോപനമില്ലാതെ തുടരെ വെടിവെക്കുന്നത് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടിയൊക്കെയുള്ളൊരു നീക്കമായാണ് കാണുന്നത്. കുപ്വാരയിലും ബാരമുള്ള ജില്ലയിലും ഒക്കെ ഇപ്പോൾ വെടിവെപ്പ് നടക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. LOCയിലും അതുപോലെ ഈ അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ പരിഭ്രാന്തി മൂലം ഇത്തരം ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അവർ മറ്റ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭയോട് ഇത് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 27-നാണ് ഇസ്താംബുൾ അവിടെ ആയുധങ്ങളൊക്കെ കൊണ്ടുകൊടുത്തത്. തുർക്കി ചില സൈനിക പിന്തുണയൊക്കെ പാകിസ്ഥാന് പ്രഖ്യാപിച്ചു. അവിടെ വിമാനങ്ങളിൽ ചില ആയുധങ്ങളൊക്കെ വന്നതായി ഉള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ മറ്റ് രാജ്യങ്ങളോട് പരമാവധി തങ്ങളെ പിന്തുണയ്ക്കാനുള്ള നിലപാട് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ പല രാജ്യങ്ങളും അതിന് തയ്യാറായില്ല എന്നതാണ് ഇവിടെ സുപ്രധാനമായ ഒരു കാര്യം. ഏപ്രിൽ 27-ന് അവിടുത്തെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ഫോണിൽ സംസാരിച്ചു. അവിടെ പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതിനെക്കുറിച്ചൊക്കെ വിശദമായി വിശദീകരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായും
ഡാർ ചർച്ചകൾ നടത്തി എന്ന് മനസ്സിലാകുന്നുണ്ട്. ഏപ്രിൽ 28-ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് അവിടുത്തെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയെ കാണണം എന്ന് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് ആൻഡ്രി റുഡൻകോയുമായി അവിടെ ചർച്ചകൾ നടത്തി. പക്ഷേ വലിയ തോതിലുള്ളൊരു പിന്തുണ പാകിസ്ഥാന് കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ ഇന്ത്യയെ റഷ്യ മാത്രമാണ് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ പാകിസ്ഥാനെ ചൈന മാത്രം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ടർക്കിയിൽ നിന്നും ചില സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ പാകിസ്ഥാൻ നിഷ്പക്ഷ അന്വേഷണം വേണം എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ചൈന മാത്രമാണ് ഒരു പിന്തുണയുമായി വരുന്നത്. റഷ്യയുടെ പിന്തുണ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് കിട്ടിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇവിടെയാണ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ ശക്തിയായി ഉയർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഗൗരവത്തോടെ കാണുകയും അതുപോലെ പിന്തുണ നൽകാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യും. പാകിസ്ഥാന് സാധാരണഗതിയിൽ കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണ ഇത്തവണ ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും? അത് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസിം മുനീറിനെ ഏതു തരത്തിൽ ബാധിക്കും? ഇതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. പട്ടാള മേധാവിയായി തൻ്റെ കസേര ഉറപ്പിക്കാൻ അസിം മുനീർ നടത്തിയ നീക്കം അയാളുടെ പതനത്തിന് തന്നെ കാരണമാകും എന്ന് വേണം കരുതാൻ.